അഷ്കർ, ഇപ്പോൾ ചില നേതാക്കളുമായുള്ള ഒരുമിച്ചുള്ള പടങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അൻവർ ഏതൊക്കെ നേതാക്കളെയാണ് അവിടെ കണ്ടിരിക്കുന്നത്? DMK-യിൽ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സ്റ്റാലിനൊപ്പം ദൃശ്യങ്ങളും വീഡിയോയും ഇപ്പോൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. അഷ്കർ, ഇന്ന് രാവിലെ അൻവർ ചെന്നൈയിലേക്ക് പ്രതികരണങ്ങൾ വരികയാണ്. VT ബൽറാം ഇപ്പോൾ പ്രതികരിക്കാൻ. ശ്രീ VT ബൽറാം, അൻവർ DMK-യിൽ ചേരുന്നു എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. DMK നേതാക്കളെ കണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഈ രാഷ്ട്രീയ നീക്കത്തെ കോൺഗ്രസ് എങ്ങനെ കാണുന്നു? അൻവർ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സ്വതന്ത്ര വ്യക്തിത്വമുള്ള MLA ആണല്ലോ. അദ്ദേഹം നാളിതുവരെ ഞങ്ങൾക്കെതിരായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉയർത്തി ഞങ്ങളുടെ ശത്രുപക്ഷത്ത് ഞങ്ങളെയൊക്കെ നിരന്തരം ആക്രമിക്കുകയും വേട്ടയാടുകയും ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു. CPM-ന്റെ ഭാഗമായി നിന്നുകൊണ്ട്, പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തനായിട്ട് നിന്നുകൊണ്ട് അദ്ദേഹം ആ നിലപാടിൽ നിന്ന് മാറി ഇപ്പോൾ നിയമസഭയിൽ അദ്ദേഹം ഏത് സീറ്റിലിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ചർച്ചയിലടക്കം അദ്ദേഹത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചത് നമ്മൾ കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അൻവറുമായിട്ട് ഒരു തരത്തിലും ഉള്ള ധാരണയില്ല. അൻവർ ഏതെങ്കിലും തരത്തിൽ ഞങ്ങളുടെ ഒപ്പം നിൽക്കണം എന്ന് ഒരു ഘട്ടത്തിലും ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല. കാരണം അത്രത്തോളം ഞങ്ങളുടെ ഓരോ നേതാക്കന്മാരെയും, ശ്രീ രാഹുൽ ഗാന്ധിയെ അടക്കം അങ്ങേയറ്റം അവഹേളനാത്മകമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടുള്ള ചരിത്രമുള്ള ഒരു ആളെന്ന നിലയിൽ ഞങ്ങളുടെ അണികൾക്ക് അദ്ദേഹവുമായിട്ട് ഒരു തരത്തിലും യോജിക്കാൻ സാധിക്കില്ല. അപ്പോൾ അദ്ദേഹം ഏതെങ്കിലും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള മാർഗം തേടി പോകുന്നതിനെ നമുക്ക് പ്രത്യേകിച്ച് വിമർശിക്കാനും അതിൽ അൻവർ നടത്തിയ ഖേദപ്രകടനം സ്വീകാര്യമാണെന്നാണല്ലോ കെ സുധാകരൻ നേരത്തെ പ്രതികരിച്ചിരുന്നത്. VD സതീശൻ നിലപാടിലേക്ക് പോയല്ലോ. ഇല്ല, അൻവർ ആ നിലയ്ക്ക് ഒരു ഖേദപ്രകടനം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അൻവർ അതിൽ നിരവധികം മാപ്പ് പറയുകയോ അല്ലെങ്കിൽ അത് പിൻവലിക്കുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. അന്നത്തെ സാഹചര്യത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ന്യായീകരണ സ്വഭാവത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ മാത്രമാണ് അദ്ദേഹം നൽകിയത്. അതിനെ കോൺഗ്രസിലെ മുഴുവൻ ആളുകളും ആ നിലയ്ക്ക് സ്വീകരിക്കുന്നൊന്നുമില്ല. ഏതായാലും അൻവറിന്റെ വഴി തെരഞ്ഞെടുക്കാൻ പൂർണ്ണമായിട്ടുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആ വഴി എന്ന് പറയുന്നത് CPM-ന് ഇപ്പോൾ അൻവറിന് പിന്തുണ നൽകുന്നത് തീവ്ര നിലപാടുള്ളവരാണ് എന്നുള്ളൊരു ആരോപണമാണല്ലോ പ്രധാനമായും CPM ഉന്നയിക്കുന്നത്. ആ വാദം ഇനി ഉന്നയിക്കാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു കൂട്ടുചേരലല്ലേ ഇപ്പോൾ അൻവറിന്റെ ആ തന്ത്രം? എങ്ങനെയാണ് കോൺഗ്രസ് കാണുന്നത്? അല്ല, അൻവറിനെ ആ നിലയ്ക്ക് തള്ളി പറയാൻ ഇപ്പോഴും CPM-ന് സാധിക്കില്ല. കാരണം അൻവർ എന്ന് പറയുന്ന ആൾ അൻവറായി മാറിയത് CPM-ന്റെ അണികളുടെ ഈ നിലയിലുള്ള പിന്തുണ കൊണ്ടും CPM-ന് വേണ്ടി അൻവർ എടുത്ത കുറെ കൊട്ടേഷൻ പണികളുടെ അടിസ്ഥാനത്തിലുമാണ്. CPM-ന്റെ ഭാഗമായിട്ട് നിരവധി MLA-മാർ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച അവരുടെ ആളുകൾ തന്നെയുണ്ട്. അതിന് പുറമെ ഒരുപാട് സ്വതന്ത്രരുണ്ട്. അവർക്കൊന്നും ലഭിക്കാത്ത ഒരു മീഡിയ അറ്റൻഷനും അവരുടെ അണികൾക്കിടയിലുള്ള ഒരു ഹീറോ പരിവേഷണവും ഒക്കെ അൻവറിനുണ്ടായത് അൻവർ എതിർപക്ഷത്ത് നിൽക്കുന്ന ഞങ്ങളെയൊക്കെ അതിഹീനമായിട്ട് ആക്രമിക്കുകയും സൈബർ അറ്റാക്കിന് നേതൃത്വം നൽകുകയും കടന്നൽ രാജാവായി സ്വയം അവതരിക്കുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ അദ്ദേഹം പുതിയൊരു നിലപാട് സ്വീകരിച്ചാൽ ഒറ്റയടിക്ക് CPM അദ്ദേഹത്തെ തള്ളി പറയുന്നുണ്ട് എങ്കിൽ അദ്ദേഹത്തെ കയ്യും കാലും വെട്ടുമെന്നും ചാലിയാർ പുഴയിൽ എറിയുമെന്നും ഒക്കെ പറയുന്ന തരത്തിൽ CPM അദ്ദേഹത്തെ ആക്രമിക്കുന്നുണ്ട് എങ്കിൽ അത് CPM-ന്റെ അണികൾക്ക് തന്നെ ദഹിക്കാത്ത ഒരു പുതിയ നിലപാടായിട്ടാണ്. അത് അവരുടെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അൻവർ ഞങ്ങളുമായിട്ട് അങ്ങേയറ്റം ശത്രുതാപരമായിട്ടുള്ള ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാളാണ്. ആ അൻവറുമായിട്ട് യാതൊരു തരത്തിലുള്ള ധാരണയോ നീക്കുപോക്കോ ഞങ്ങൾക്ക് സാധ്യമല്ല. അൻവർ അദ്ദേഹത്തിന്റെ സ്വന്തം വഴി ഏതെങ്കിലും രീതിയിൽ തെരഞ്ഞെടുത്താൽ അതിൽ ഞങ്ങൾക്കൊട്ട് പരാതിയില്ല. അൻവർ ഒരു കൊടയിലൊടുങ്ങുന്ന വഴിയാണോ അല്ലയോ എന്നുള്ളത് അദ്ദേഹം ചെന്ന് ചേരുന്ന പുതിയ പാർട്ടി തീരുമാനിച്ചാൽ മതി. ഏതായാലും ഇന്ത്യ മുന്നണിയിലേക്കാണ് പക്ഷെ വരവ്. അടുത്ത നേരത്തെ അദ്ദേഹം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. അദ്ദേഹം CPM നിൽക്കുമ്പോൾ CPM എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. പക്ഷെ കേരളത്തിലെ സാഹചര്യം വ്യത്യസ്തമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതല്ല, UDF-ന്റെ ഭാഗമാണോ LDF-ന്റെ ഭാഗമാണോ എന്നുള്ളതാണ് കേരളത്തിലെ പരിഗണനാ വിഷയം. ആ നിലയിൽ അൻവർ കോൺഗ്രസുമായിട്ടോ UDF-മായിട്ടോ ബന്ധമുള്ള ഒരു നിലപാടിലേക്ക് വരില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ശരി, വളരെ നന്ദി ബൽറാം പ്രതികരിച്ചു.